ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ബാലു മാലൂസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ നച്ചൂസ് 3:30 ആയിട്ട് എണീക്കാത്തതുകൊണ്ട് ഞാൻ പയ്യെ അവളെ ഉണർത്തി വിളിച്ചു. അപ്പം നച്ചൂസ് അതിൻ്റെ ഒരു ചെറിയ ദേഷ്യത്തിലാണ്. സാധാരണ അവൾ 3 മണിയൊക്കെ ആകുമ്പം എണീക്കുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നച്ചൂസിൻ്റെ ഈവനിങ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഉച്ചക്കിടന്ന് ഉറങ്ങിയിട്ട് എനിക്ക് ഒരു 3:30 ആകുമ്പോൾ എണീക്കും. അപ്പോൾ അതിനുശേഷം ഞാൻ അവർക്ക് പാലൊക്കെ കൊടുത്ത് 4 മണിയാകുമ്പോൾ ഫുഡ് കൊടുക്കും. ഫുഡ് കൊടുത്ത് കഴിച്ചു തീരുമ്പോൾ തന്നെ ഏകദേശം ഒരു 5 മണിയൊക്കെ ആവും. പിന്നെ ഞങ്ങൾ മുറ്റം തൂത്തിട്ട് നേരെ നടക്കാൻ പോകും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോകുന്നുണ്ട്. അത് നച്ചൂസി നമ്മൾ ടാറ്റ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഈവനിങ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് നച്ചൂസി എന്ന് പോകുന്നത്? അപ്പോൾ നച്ചൂസിൻ്റെ ചേച്ചി കുട്ടിയുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചേച്ചിയുടെ സ്കൂളിൽ പോകും. അല്ല നച്ചൂസി, അവിടെ പോകുന്നു, ചേച്ചിയുടെ ഡാൻസ് കാണാൻ പോകുന്നു നമ്മൾ. അപ്പം നമ്മൾ വേഗം പാലൊക്കെ കുടിച്ച് പാപ്പൊക്കെ തിന്നട്ടെ. അപ്പം നച്ചൂസ് എണീറ്റ ഉടനെ പോട്ടിയിൽ മൂത്രം ഒഴിക്കും. അതിനുശേഷം അവൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതാണ് അവളുടെ ഭാഷ. മതിയാ? അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ പാല് കുടിക്കും. എന്നിട്ട് സമയമുണ്ടെങ്കിൽ കുറച്ച് നേരം കളിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നത്. എടുക്കാനാണ്. അപ്പം നച്ചൂസിന് ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന ഫുഡ് ഹെൽത്ത് മിക്സാണ്. അപ്പോൾ അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കാർട്ടൂൺ കണ്ടാലേ അവൾ കഴിക്കുള്ളൂ. അപ്പം ഞാൻ കാർട്ടൂൺ കാണിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ എടുത്തു. അപ്പം ആ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞങ്ങളുടെ 2 തലയും കെട്ടിക്കൊടുത്തു. എന്തിനാണ് പാപ്പൻ എന്നെ മുഖം കണ്ട നച്ചുൻ്റെ വായി നോക്കും. പെട്ടെന്ന് ഇറക്കും. അമ്മ പോയി തൂത്തിട്ട് വരാം. ഇപ്പം ക്ഷമയായി നമ്മുടെ വീഡിയോ ആകാൻ പോകുന്നു. നമ്മൾ ചിലപ്പോൾ പോകുന്നു, റെഡി ആവുന്നു. ഇനി ഉടുപ്പൊക്കെ ഇടണം. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയി. അവിടെ സമ്മാനദാനവും പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ കുഞ്ഞാറ്റയുടെ അച്ഛൻ്റെ ഓട്ടോയിലാണ് പോയത്. അപ്പോൾ നച്ചൂസ് ആദ്യം കുറച്ച് നേരമൊക്കെ മിണ്ടാതിരുന്നു. പിന്നെ അങ്ങോട്ട് അവൾ ഇറങ്ങാൻ വേണ്ടി കരഞ്ഞൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ബിസ്ക്കറ്റും വെള്ളമൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുത്തി. പിന്നെ അവസാനം ഡാൻസ് തുടങ്ങിയിട്ട് കണ്ടുകൊണ്ടൊന്നും അവൾ ഇരുന്നില്ല. അവസാനം പിന്നെ ഞാൻ അവൾക്ക് ഫോണൊക്കെ കൊടുത്താണ് അടക്കി ഒതുക്കി ഇരുത്തിയത്. പിന്നെ അവൾ ഫോൺ കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്നു. Make you happy.
മണ്ണിനു വിണ്ണിന്റെ വരദാനം മരുഭൂമി മലവാടിയാക്കുന്നൊരവൃതം. Te
അങ്ങനെ ഡാൻസ് ഒക്കെ തീർന്നിട്ട് അവസാനത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫാഷൻ ഷോ ആയിരുന്നു. അതും കൂടെ കഴിഞ്ഞപ്പോഴാണ് പ്രോഗ്രാം തീർന്നത്. പിന്നെ ഡാൻസിൻ്റെ സോങ്ങിന് ചിലപ്പോൾ കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്താലേ കോപ്പിറൈറ്റ് ആണോ അല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ സോങ് മ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് അവിടെ സൈലൻ്റ് ആയിരിക്കും. കഴിഞ്ഞ പാലുകാച്ചിൻ്റെ വീഡിയോയിലും ഇതുപോലെ ആയിരുന്നു, കോപ്പിറൈറ്റ് വീണു. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് സോങ് മ്യൂട്ട് ചെയ്ത് വെച്ചത്. അപ്പം കോപ്പിറൈറ്റ് വീഴുവാണെങ്കിൽ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അതെന്തായാലും ഞാൻ മ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 9:30 ആയി. എന്നിട്ട് ഞങ്ങളവിടെ കുറച്ച് നേരം നച്ചു കളിച്ചുകൊണ്ടൊക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. അപ്പോൾ 9:30 കഴിഞ്ഞുകൊണ്ട് തന്നെയും വേഗം ചെന്ന് ചോറ് കഴിച്ചു. ഈ നച്ചൂസ് കളിക്കുന്ന നേരത്തേക്ക് അമ്മ എൻ്റെ കട്ടിലൊക്കെ വെച്ച് വൃത്തിയാക്കും. അതിനുശേഷം ഞങ്ങളൊക്കെ കട്ടിലൊക്കെ ഒന്ന് വെച്ച്. അപ്പോൾ ഞാൻ കട്ടിൽ വിരിക്കുന്ന സമയം അവൾ കുറച്ച് നേരം ഓടിയൊക്കെ കളിച്ചുകൊണ്ട് നടക്കും. അതിനുശേഷം ഞങ്ങൾ നേരെ കിടന്നങ്ങ് ഉറങ്ങി. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ് പറ. ബൈ ബൈ പറ. ടാറ്റാ. നമ്മൾ ഉറങ്ങാൻ പോകും. മോൾ ലഞ്ചു ലഞ്ചു